ഹായ് ഹലോ, നമുക്കിന്നൊരു ഗ്രീൻ പീസിൻ്റെ കറീൻ്റെ റെസിപ്പി നോക്കിയാലോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയുടെ റെസിപ്പിയാണേ. അതിനായി വലിയുള്ളി, തക്കാളി, കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക്, മല്ലിച്ചപ്പ്, കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ എടുക്കുക കേട്ടോ. പിന്നെ ഒരു കുക്കർ വെച്ചിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത ഗ്രീൻ പീസ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവയും ചേർത്ത് കൊടുക്കാം. പിന്നെ കടല മുങ്ങി കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ആക്കാം കേട്ടോ. എന്നിട്ട് കുക്കർ മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും വരുമ്പോഴേക്കിന് തന്നെ നമ്മുടെ വെജിറ്റബിൾസും കടലയും എല്ലാം വെന്ത് കിട്ടും കേട്ടോ. പിന്നെ നമുക്കൊരു വറവിട്ടുകൊണ്ട് എടുക്കാം. അതിനായി ഒരു പാത്രം വെച്ച് എണ്ണ ചൂടായി വന്നതിന് ശേഷം ചെറിയുള്ളി നന്നായി മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്ന ചെറിയുള്ളിയിലേക്ക് കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ച കടലയുടെ കൂട്ടില്ലേ, അത് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഈ ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കറി നന്നായി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നന്നായി ഇളക്കിയതിന് ശേഷം മല്ലിച്ചപ്പും അല്പം മുകളിലിട്ട് കൊടുക്കുക. അതുപോലെ ഗരം മസാലയും അല്പം ഇട്ട് കൊടുക്കുക കേട്ടോ. ഗരം മസാല ഇടണേ. ഗരം മസാല ഇട്ടാൽ ഈ കറിക്ക് ഭയങ്കര ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ പ്രത്യേകിച്ചുണ്ടാവും. അങ്ങനെ നമ്മുടെ ഈസി കടലക്കറി റെഡിയായി. ട്രൈ ചെയ്ത് നോക്കണേ.